Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم وليعلمن الله الذين صدقوا وليعلمن الكاذبين. أم حسب الذين يعملون السيئات أن يسبقونا ساء ما يحكمون. من كان يرجو لقاء الله فإن أجل الله لآت وهو السميع العليم. ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين. صدق الله العظيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചു അവൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് അവൻ്റെ ഒടുവിലത്തെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ അനുധാവനം ചെയ്ത് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ, മുഹ്സിനീങ്ങളായി മാറുവാൻ, ഒടുവിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ മോക്ഷം പ്രാപിച്ചവരായി, സ്വർഗാവകാശികളായി, പടച്ചവന് പ്രിയപ്പെട്ടവരായി കണ്ടുമുട്ടുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിന് നമ്മൾ ഒരുങ്ങണം. പടച്ചവൻ അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജുമാക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ രണ്ട് സന്ദേശങ്ങൾ കിട്ടുകയുണ്ടായി.
അതിലൊന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. ഒരു സുഹൃത്തിൻ്റെ ഭാര്യ അത്യാസന്ന നിലയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏറ്റവും ഖൈറായ ആഖിബത്ത്, ഏറ്റവും ഉത്തമമായ പര്യവസാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്യാസന്ന നിലയിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ മരണമാണോ തുടർ ജീവിതമാണോ ഉത്തമം എന്ന കാര്യം അള്ളാഹുവിന് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. അല്ലാഹുമ്മ ഇൻ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി ഫഅഹീനി വഇൻ കാനത്തിൽ മൗത്തു മമാത്തു ഖൈറൻ ലി ഫഅമിത്തിനി എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ജീവിതമാണ് ഇനി ഖൈറെങ്കിൽ അത് തുടർത്തി തരണം. മരണമാണ് ഖൈറെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കണം. അത്യാസന്ന നിലയിലായിട്ട് നമ്മോട് വിവരമറിയിച്ച ആ സഹോദരിക്ക് ഏറ്റവും ഖൈറായത് സംഭവിക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുമാറാകട്ടെ. മറ്റൊന്ന്, ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രക്തസാക്ഷിയായ ഷഹീദായ ഒരു ഫലസ്തീനി പെൺകുട്ടിയുടെ വസിയത്താണ്. സ്കൂൾ നോട്ട് പുസ്തകത്തിൽ ചുവന്ന മഷി പേന കൊണ്ട് എഴുതി വെച്ച വസിയത്താണ്. അതിലുള്ളത്, ഞാൻ ഷഹീദായ വിവരം കിട്ടിയാൽ നിങ്ങളാരും സങ്കടപ്പെടരുത്. എൻ്റെ വസ്ത്രങ്ങളെല്ലാം ഏറ്റവും അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഇത്രയുമാണ് ആ ഒരു വസിയത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ഫലസ്തീൻ എന്ന് പറയുന്ന മുസ്ലിം ഭൂപ്രദേശത്ത് ഷഹാദത്തുകൾ നിരന്തരം സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഫലസ്തീനെക്കുറിച്ച് നാം ഏറ്റവും ഒടുവിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി. കഴിഞ്ഞ വർഷം 2023 ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷമാണ് ഫലസ്തീനെക്കുറിച്ച് നമ്മൾ വീണ്ടും ധാരാളമായി സംസാരിച്ചത്. ലോകത്ത് ഫലസ്തീൻ്റെ ശബ്ദം ധാരാളമായി ഉയർത്തപ്പെട്ടത്. ഒരുപക്ഷെ മുസ്ലിം രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിൽ ഉയർന്നതിനേക്കാൾ കൂടുതൽ ഫലസ്തീന് വേണ്ടിയുള്ള ശബ്ദം മുസ്ലിമേതര രാജ്യങ്ങളുടെ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങളിലും വലിയ പട്ടണങ്ങളിലുമൊക്കെ ഉയർന്ന് കേൾക്കുകയുണ്ടായിട്ടുണ്ട്. ഫലസ്തീൻ പ്രശ്നത്തിന് ഒരു വയസ്സല്ല, 3/4 നൂറ്റാണ്ട് പ്രായമുണ്ട്. അത് പ്രത്യേകം പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ഒരു വിഷയമാണ്. മറന്നുപോകാൻ പാടില്ലാത്തൊരു വിഷയമാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ചിലരെങ്കിലും ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട്, വേറെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്.
2023 ഒക്ടോബർ 7 കാട്ടിക്കൂട്ടിയ ചില കോപ്രായങ്ങൾ കാരണമാണ് ഫലസ്തീനികൾ ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നത് എന്ന്. അതല്ല എന്ന് ഇടയ്ക്കിടെ പറഞ്ഞില്ല എങ്കിൽ നമ്മൾ പോലും അതിൽ പെട്ടുപോകും എന്നതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. കാരണം നമ്മൾ ഏതൊക്കെയോ പത്രങ്ങൾ വായിക്കുന്നവരാണ്, ഏതൊക്കെയോ വാർത്താ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, യൂട്യൂബിലൂടെ പലതും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്, വാട്സാപ്പിലൂടെ പല വിവരങ്ങളും വിവരക്കേടുകളും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ധാരണപ്പിശകുകളിൽ നമ്മളും പെട്ടുപോകും. ഇന്ന് ഫലസ്തീൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇന്ന് ഫലസ്തീൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇന്ന് ഫലസ്തീൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ 1948 ആരംഭിച്ചതാണ്. ഉസ്മാനിയ ഖിലാഫത്ത് ദുർബലമായതിനെ തുടർന്ന് ആരംഭിച്ചതാണ്. ഫലസ്തീന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ വീണ്ടും പുറകോട്ട് നമ്മൾ പോകേണ്ടി വരും. പക്ഷെ പുതിയ പ്രശ്നത്തിന്റെ ആരംഭം അവിടെയാണ്. 1948 മുതൽ ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ ജനത നടത്തുന്ന ന്യായമായ സമരത്തിന്റെ ഒരു ഘട്ടമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ആരംഭിച്ച തൂഫാനുൽ അഖ്സ എന്ന ഘട്ടം. ഒരു വർഷം പ്രായമായിരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈ ഒടുവിലത്തെ ഘട്ടത്തിന് ഫലസ്തീനികൾ നൽകിയിരിക്കുന്ന പേരാണ് തൂഫാനുൽ അഖ്സ. അതിനാണ് ഒരു വയസ്സ് പ്രായമാകാൻ പോകുന്നത്. തൂഫാൻ എന്ന് പറഞ്ഞാൽ പ്രളയം, അൽ അഖ്സ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അൽ മസ്ജിദുൽ അഖ്സ എന്ന പള്ളിയാണ്. അൽ മസ്ജിദുൽ അഖ്സ എന്ന പള്ളിയാണ് ഫലസ്തീനിന്റെ കേന്ദ്രസ്ഥലം. നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന മക്കയിലെ പള്ളി പോലെ, അൽ മസ്ജിദുൻ നബവി എന്ന് പറയുന്ന മദീനയിലെ പള്ളി പോലെ പ്രധാനമാണ് അൽ മസ്ജിദുൽ അഖ്സ എന്ന ഫിലസ്തീനിലെ അൽ ഖുദ്സ് എന്ന നഗരത്തിലെ പള്ളി. പള്ളി കേന്ദ്രസ്ഥാനമായതുകൊണ്ടും കേന്ദ്ര വിഷയമായതുകൊണ്ടുമാണ് ഈ വിമോചന പോരാട്ടത്തിന് തൂഫാനുൽ അഖ്സ എന്ന് പേരിട്ടിരിക്കുന്നത്. അതിന് ഒരു വയസ്സ് പ്രായമായിരിക്കുന്നു, പ്രായമാകാൻ പോകുന്നു. ഒരു കൊല്ലമായി തൂഫാനുൽ അഖ്സ എന്ന് പേരിട്ട ഈ സമരഘട്ടം അത് ഒടുവിലത്തതാണോ അന്തിമമാണോ? തൂഫാനുൽ അഖ്സയുടെ പരിസമാപ്തി അത് ഈ വർഷമാണോ അടുത്ത വർഷമാണോ എന്ന് നമുക്കറിയില്ല. എപ്പോഴാണോ അപ്പോൾ ഫലസ്തീൻ മോചിതമാകുമോ എന്ന വിഷയത്തിൽ നമുക്കൊരു തീർപ്പ് കൽപ്പിക്കാനൊന്നും കഴിയില്ല. നമുക്ക് അന്വേഷിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്, ഗ്രഹിക്കാനുള്ളത് ഇതും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. ഇതും നമ്മളും തമ്മിലുള്ള ബന്ധം ലോകത്ത് ഇന്ന് നടക്കുന്ന ഇസ്ലാമിന് വലിയ താല്പര്യമുള്ള, വിശുദ്ധ ഖുർആനുമായി വലിയ ബന്ധമുള്ള, ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുള്ള ഒരു സമരമാണിത്, ഒരു യുദ്ധമാണിത്, ഒരു പോരാട്ടമാണിത്. തൂഫാനുൽ അഖ്സ എന്ന് പേരിട്ട ഈ സമരം
ഈ യുദ്ധം, ഈ പോരാട്ടം 1 വർഷം കൊണ്ട് എന്താണ് നേടിയത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇസ്ലാമിക സമൂഹത്തിൽ ജീവനുള്ള, ഈമാനിന്റെ ബലം കൊണ്ട് സമരം ചെയ്യാൻ ശേഷിയുള്ള, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എതിരാളികളെ കൃത്യമായി വെല്ലുവിളിക്കാൻ കരുത്തുള്ള, ഇസ്ലാമും ഈമാനും അടിസ്ഥാനപ്പെടുത്തി ദുനിയവിയായ ലാഭനഷ്ടങ്ങൾ വിഷയമാക്കാതെ നിലകൊള്ളുവാൻ പവറുള്ള ഒരു സംഘം മുസ്ലിം ലോകത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിച്ചു എന്നതാണ്. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഖുർആനിലാണ് ചോദ്യം എന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് വിചാരിക്കുകയാണ്. അഹസിബൻ നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറയുന്നവർ പരീക്ഷിക്കപ്പെടാതെ, ഫിത്നകളിൽ അകപ്പെടാതെ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നേരിടാതെ ജീവിച്ചു പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? ചോദ്യമല്ല. ചോദ്യത്തിൽ ഒരു ഉത്തരമുണ്ട്. അങ്ങനെ കരുതരുത് എന്നാണ് അതിന്റെ ഉത്തരം. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം. മുമ്പുള്ള മുഅ്മിനീങ്ങളെ ഞാൻ ഈ വിഷയത്തിൽ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്, ഫിത്നയിൽ പെടുത്തിയിട്ടുണ്ട്. എന്തിന്? വലിയഅലമന്നല്ലാഹു അല്ലദീന സദഖു. ഈമാനിന്റെ വിഷയത്തിൽ ഹോണസ്റ്റാണോ, സത്യസന്ധരാണോ, പറയുന്നതനുസരിച്ചാണോ മുഅ്മിനീങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പരിശോധിച്ചുറപ്പ് വരുത്താൻ. വലയഅലമന്നൽ കാദിബീൻ. അല്ല, മുഅ്മിനീങ്ങളാണ് എന്നത് ഒരു ഫേക്ക് സ്റ്റേറ്റ്മെന്റ് ആണോ, ഒരു കള്ളപ്രസ്താവനയാണോ എന്ന് പരിശോധിച്ചുറപ്പ് വരുത്താൻ. ഈമാനിന്റെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തീരുമാനിക്കാനുള്ള ഉരക്കല്ലാണ് പരീക്ഷണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എനിക്ക് ഇതിന് നിന്നു കൊടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഈ സംഗതി പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളൊന്നും തന്നെ ഈ സംഗതിക്ക് നിന്നു കൊടുക്കാൻ ഒരുക്കമല്ല എന്നതുകൊണ്ട് ഇത് മറച്ചു വെക്കാനും പറ്റില്ല. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞത് നമ്മുടെ ഈമാനിന് ബലം കുറവാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ്. ഈമാനിൽ ബലം കുറഞ്ഞവരെന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പൊരുത്തപ്പെട്ടു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഈമാനിന്റെ ബലത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ പറയാതെയും പഠിക്കാതെയും പോകരുത്. ഈമാനിന് ഒരു ഉരക്കല്ലുണ്ട്. ഉരക്കല്ല് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സാധനം ശരിക്കും പൊന്നാണോ അതല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ഉരച്ച് പരിശോധിക്കും. ഈമാനിന്റെ ഉരക്കല്ലായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തെ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഉരക്കല്ല് കൊണ്ട് ഉരച്ച് പരിശോധിക്കപ്പെട്ട ഈമാനുള്ള ഒരു ജനത ഇന്ന് മുസ്ലിം ലോകത്ത് എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നതാണ് എൻ്റെ ഉത്തരം. അത് ഫലസ്തീനിലും അതിന്റെ ചുറ്റുവട്ടത്തുമാണ്. അൽ മസ്ജിദുൽ അഖ്സയിലും അതിന്റെ ചുറ്റുവട്ടത്തുമാണ്.
അൽ ഖുദ്സിലും അതിന്റെ ചുറ്റുവട്ടത്തുമാണ്. അങ്ങനെ ഒരു കൂട്ടർ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് അടിസ്ഥാനമാക്കേണ്ടത്? ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എത്ര കാലം ഇങ്ങനെ പോവാ, എപ്പോഴാ ജയിക്കുക, എത്ര കാലമാണ് ഇങ്ങനെ പോവുക, എപ്പോഴാ ജയിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതാ വിഷയമായിരിക്കുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ അത്ര അസ്വസ്ഥത ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. നമ്മൾ വായിച്ചിട്ട് അസ്വസ്ഥരാണ്, കേട്ടിട്ട് അസ്വസ്ഥരാണ്, ചിത്രങ്ങൾ കണ്ടിട്ട് അസ്വസ്ഥരാണ്, പലതരം ശബ്ദങ്ങൾ കേട്ടിട്ട് അസ്വസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ മൻ കാന യർജു ലിഖാ അല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെടുന്നവരാണ് എന്നാണ്. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെടുന്നവരാണ്. ഒരു 1,00,000 ആളുകൾ ഷഹീദായി എന്ന് സങ്കല്പിക്കുക. അതൊരു വലിയ നഷ്ടമായിട്ടാണ് ബൗദ്ധികമായി വിലയിരുത്തപ്പെടുന്നത്. 2 പ്രമുഖ പോരാളികൾ എന്തായാലും ഇതിനകം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്ന് ഇസ്മായിൽ ഹനിയ, വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. മറ്റൊന്ന് ഹസൻ നസ്രുള്ള, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവാണ്. ഇവ രണ്ടുപേരെയും കുരുതി കൊടുത്തു, ബലി കൊടുത്തു, നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയുന്നവരുണ്ട്, ഉണ്ടാകാം. ഒരുപക്ഷെ എൻ്റെ മുന്നിലും ഉണ്ടാകാം. എപ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിൽ നിയ്യത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഇറങ്ങിപ്പുറപ്പെടലായിരുന്നു ഇത് എന്ന ബോധം നഷ്ടപ്പെടുമ്പോഴാണ്. അല്ലാഹുവിൽ നിയ്യത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഇറങ്ങിപ്പുറപ്പെടലാണ് എങ്കിൽ മൻ കാന യർജു ലിഖാ അല്ലാഹ് ഫഇന്ന അജലല്ലാഹി ലആത് വഹുവ സമീഉൽ അലീം. അല്ലാഹു എല്ലാം കേൾക്കുന്നുണ്ട്, അല്ലാഹു എല്ലാം അറിയുന്നുണ്ട്. ആ അറിവിൽപ്പെട്ടതാണ് ഈ രക്തസാക്ഷിത്വങ്ങൾ, ഈ ചോര, ഈ മരണം, 1 വർഷമായുള്ള ഈ ഒരു ദൈർഘ്യം. എന്തിനാ ജിഹാദിന് പോകുന്നത്? ഇവർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് ഏറ്റുമുട്ടി ഫലസ്തീൻ ജയിപ്പിക്കാൻ കഴിയും? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മാത്രമല്ലല്ലോ ശത്രുപക്ഷത്തുള്ളത്. അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ തിമിംഗലമുണ്ട്, ഒരു കൊമ്പൻ സ്രാവുണ്ട്. ഇതൊന്നും കാണാതെയും ഇതൊന്നും മനസ്സിലാക്കാതെയും ഒക്കെ ഇറങ്ങിക്കളിക്കാൻ ഇവർ വിഡ്ഢികളാ. ഒമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി. ജിഹാദിന് പുറപ്പെടുന്ന ആളുകൾക്ക് വ്യക്തിപരമായ ലക്ഷ്യമുണ്ട്, ജിഹാദിന് മൊത്തം ഒരു ലക്ഷ്യമുണ്ട്. അതും പലപ്പോഴും മറന്നു പോകാറുണ്ട്. നമ്മൾ ഓർമ്മ വീണ്ടെടുക്കണം. ജിഹാദിനെ പുറപ്പെടുന്ന ഓരോരുത്തരും ലക്ഷ്യം വെക്കുന്നത് അവരവരുടെ പരലോക മോക്ഷമാണ്. ജിഹാദിന്റെ മൊത്തം ലക്ഷ്യം വിമോചനമായിരിക്കും, സ്വാതന്ത്ര്യമായിരിക്കും. ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി എന്തെങ്കിലും സംഭാവനകളോ സകാത്ത് സദഖകളോ, പടച്ചവന്റെ ഭൂമിയിൽ അല്പം വർധനവോ, പടച്ചവന്റെ പള്ളിയുടെ എണ്ണം കൂട്ടലോ ഒക്കെയാണ് ജിഹാദിന് വേണ്ടിയുള്ള ഇറങ്ങിപ്പുറപ്പെടൽ എന്നാരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തിയേക്കണം. ഓരോ പോയിന്റിലും രക്തസാക്ഷികൾ വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയ ഒരു സംഘമാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ മുസ്ലിങ്ങൾ എന്ന് മറന്നുപോയാൽ അക്കാര്യം
ആ ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഒരു രാഷ്ട്രീയ ശൈലിയിലും ഒരു ദുനിയവി ശൈലിയിലും ലാഭനഷ്ടങ്ങളുടെ ശൈലിയിലുമൊക്കെ ഇതിനെ വിലയിരുത്തി തോറ്റുപോകും. അങ്ങനെ തോറ്റ് പോകാൻ പാടില്ല. ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് അൽ മസ്ജിദുൽ അഖ്സ കയ്യേറിയ ജൂത ജനവിഭാഗത്തോട് യുദ്ധം ചെയ്യാതിരിക്കാൻ അനുവാദമുണ്ടോ? അത് വളരെ ദീനീയായ ഒരു ചോദ്യമാണ്. എനിക്ക് സുബഹിസ്കരിക്കാതിരിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. എനിക്ക് നോഹർ ഉപേക്ഷിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. എനിക്ക് മാസം കണ്ടാൽ നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുണ്ടോ? ഇല്ലല്ലോ. തെറ്റല്ലേ, ഹറാമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചൊരു സംഗതി ഉപേക്ഷിക്കാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? അലാ തുഖാതിലൂന ഖൗമൻ, ഒരു ജനതയോട് യുദ്ധം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടോ? നിങ്ങൾ വിചാരിക്കണം. എന്താ ജനതയുടെ സ്വഭാവം? നഖസു ഐമാനഹും, സർവ കരാറുകളും അവർ ലംഘിച്ചിരിക്കുന്നു. സർവ കരാറുകളും അവർ ലംഘിച്ചിരിക്കും. 1948 ഫലസ്തീനിലേക്ക് പുറപ്പെടുമ്പോൾ അവർ ഏതൊരു കരാറിലാണോ പുറപ്പെട്ടത് ആ കരാർ ജൂതന്മാർ ലംഘിച്ചിരിക്കുന്നു. നമുക്ക് ഒന്നിച്ചു കഴിയാം, ഒന്നിച്ചു ജീവിക്കാമെന്ന നിലയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആട്ടിപ്പുറത്താക്കപ്പെട്ട ജൂതന്മാർ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അഭയാന്വേഷണത്തിന്റെയും ഭാഷയിലും ശൈലിയിലുമാണ് അങ്ങോട്ട് വന്നത്. അതിനുശേഷം നമുക്കിത് 2 രാഷ്ട്രമാക്കാം. ഒരു ഭാഗം പലസ്തീനികൾക്കും കൊടുക്കാം, മറ്റൊരു ഭാഗം ജൂതന്മാർക്കും കൊടുക്കാം എന്ന കരാറിൽ ലംഘിച്ചിരിക്കുന്നു. ദീന്, ഈമാന്, ഇസ്ലാം, ഇതിന്റെ പേരിലുള്ള കരാറുകൾ മാത്രമല്ല അവർ ലംഘിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ മാനിക്കപ്പെടേണ്ട ഐക്യരാഷ്ട്ര സഭയും അതിന്റെ പൊതുസഭയും അതിന്റെ രക്ഷാസമിതിയും ഒക്കെ മുന്നോട്ട് വെച്ച ഒരുപാട് ഉപാധികൾ അവർ ലംഘിച്ചിരിക്കുന്നു. അപ്പൊ പൊതുവായ അർത്ഥത്തിലും ദീനീയ അർത്ഥത്തിലും കരാർ ലംഘകരാണ് ഇവർ. ഇതൊന്നും തിരിയാതെ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അതെ, ഇരുന്നൂടെ, കരാറിലെത്തിക്കൂടെ, പറഞ്ഞു തീർത്തൂടെ? 1948 മുതലുള്ള ചരിത്രം പോലും പഠിക്കാതെ, ചരിത്രം അതിനു മുമ്പേ പഠിക്കണം. മദീനയിൽ വെച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒപ്പിട്ട കരാറുകളോട് ജൂതന്മാർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്ന് മുതൽ പഠിക്കണം. 2, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി പണിയെടുത്തൊരു കൂട്ടരാണിവർ. അതിന്റെ പിന്മുറക്കാരും തുടർച്ചക്കാരുമാണിവർ. അത്തരമൊരു കൂട്ടരോട് യുദ്ധം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടോ? 3, വഹും ബദഊകും അവ്വല മറ. 1, 2 വിടുക. 3ാമത്തത് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമല്ലേ? വഹും ബദഊകും അവ്വല മറ. ഈ പ്രശ്നം ഉണ്ടാക്കിയത് അവരാണ്. കൃഷി ചെയ്ത്, പെട്ടിക്കച്ചവടം നടത്തി, സാധാരണ ജീവിതം നയിക്കുന്ന, കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യുന്ന, സമാധാനത്തോടെ സ്കൂളിൽ പോയി, കോളേജിൽ പോയി, മദ്രസയിൽ പോയി പഠിച്ച് വളരെ മാന്യമായി വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഭൂപ്രദേശമായിരുന്നല്ലോ ഫലസ്തീൻ. അത് പ്രശ്നകലുഷിതമായൊരു ഭൂപ്രദേശമാക്കി മാറ്റിയത് ഇവരാണ്. ഈ പ്രശ്നത്തിന്റെ ഉൽപാദകർ, തുടക്കക്കാർ, ഈ പ്രശ്നം പ്രൊഡക്റ്റ്
അങ്ങനത്തെ ഒരു കൂട്ടരോട് യുദ്ധം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ ഖുർആനിലെ അടുത്ത ചോദ്യം അതഖ്ശൗനഹു, എന്റേതല്ല ഖുർആന്റേതാണ്. അതഖ്ശൗനഹു, അവരെ പേടിച്ചിട്ടാ? ഫല്ലാഹു അഹഖു അൻ തഖ്ശൗ, എന്നാൽ അവരെയല്ല പേടിക്കേണ്ടത്, അല്ലാഹനെയാണ്. ഇൻ കുന്തും മുഅ്മിനീങ്ങളാണെങ്കിൽ. അപ്പോൾ ഈ കൽപ്പന നിറവേറ്റുന്നവരാണ് ഈ യോദ്ധാക്കൾ. അല്ലാതെ അന്തവും കുന്തവും ഇല്ലാതെ ഇറങ്ങിയ ആളുകളല്ല. ഈ കൽപ്പന അറിയുന്നവരാണ് ഇതിന്റെ നേതാക്കൾ. ഇത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരാണ് ഇതിന്റെ മുൻനിരയിലുള്ളവർ. ഹാഫിളുകളാണ്, ഖാരികളാണ്, ആലിമുകളാണ്, ഇമാമുകളാണ്, ഖത്തീബുമാരാണ്, മുജദ്ദിദുകളാണ്, മുജിത്തഹിദുകളാണ്. കൃത്യമായ ധാരണയോടുകൂടി അള്ളാഹുവിന്റെ കിതാബുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എടുക്കുന്ന പണിക്ക് ബന്ധമുണ്ട് എന്ന അറിവോടുകൂടിയാണ് 1948 മുതൽ ഇതിനെ ഇറങ്ങി തിരിച്ചത്. കഴിഞ്ഞ വർഷം തൂഫാൻ അൽ-അഖ്സ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്പെഷ്യൽ പ്രൊജക്റ്റ് പുതുതായി ആരംഭിച്ചു. അതുകൊണ്ട് ഇറങ്ങി തിരിച്ചവർക്ക് വേദന ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. മുറിവേറ്റിട്ടില്ലേ? ഉണ്ട്. ബിൽഡിംഗ് പോയിട്ടില്ലേ? ഉണ്ട്. പട്ടിണിടക്കേണ്ടി വന്നിട്ടില്ലേ? ഉണ്ട്. കുഞ്ഞുങ്ങളെ പോയിട്ടില്ലേ? ഉണ്ട്. മദ്രസകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. ജീവിത ചുറ്റുപാടുകൾ അതിന്റെ തൊട്ട് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സങ്കീർണമായിട്ടില്ലേ? ഉണ്ട്. ഒരു തർക്കമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റുന്നതിൽ നിന്ന് പിന്മാറാം എന്ന് വിചാരിക്കുന്നവർക്ക് പിന്മാറാൻ പറ്റൂല എന്ന് വിചാരിക്കുന്നവരാണ് ഈ ടീം. അതുകൊണ്ട് അവർ പിന്മാറൂല. പിന്മാറരുത് എന്നത് ഖുർആനാണ് പറയുന്നത്. വലാ തഹിനു ഫി ഇബ്തിഗാഇൽ ഖൗം, ശത്രുവിനെ നേരിടുന്നതിൽ പിന്നോക്കം പോകരുത്. ഇൻ തകൂനു തഅലമൂൻ, നിങ്ങൾക്ക് വേദന വരും. വഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, അവർക്കും ഉണ്ടാകും വേദന. യുദ്ധമാണെങ്കിൽ രണ്ട് പക്ഷത്തും വേദനയുണ്ടാകും. നിങ്ങൾക്കും ഉണ്ടാകും വേദന, അവർക്കും ഉണ്ടാകും വേദന. വേദന കൂടുതൽ എവിടെയാ, കുറവ് എവിടെയാ? ഇതൊക്കെ സന്ദർഭവും സാഹചര്യമൊക്കെ അനുസരിച്ചിരിക്കും. യുദ്ധമാണെങ്കിൽ രണ്ട് കൂട്ടരും വേദനിക്കും. തൂഫാൻ അൽ-അഖ്സയുടെ വേദനയും ഏകപക്ഷീയമല്ല, രണ്ടു കൂട്ടർക്കുമാണ്. കൂടുതലിന്റെയും കുറവിന്റെയും കാര്യത്തിലെ അഭിപ്രായ ഭിന്നതക്ക് വകുപ്പുള്ളൂ. അത് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത് ഫലസ്തീനിന്റെ വേദനകളാണ്. ഇസ്രായേലിന്റെ വേദന എന്ന് പറയുന്നത് നമ്മൾ വേണ്ടത്ര അറിയുന്നുണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ചും അവരുടെ വാർത്തകൾ പുറത്തു വരുന്നിടത്ത് ചില തടസ്സങ്ങൾ ഉണ്ട് തന്നെ. ഒരു വർഷമായി അവർ അസമാധാനത്തോടു കൂടിയാണ് അവിടെ ജീവിക്കുന്നത്. യുദ്ധം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കയ്യേറ്റക്കാർക്ക് സമാധാനപരമായിട്ട് അവിടെ ജീവിക്കാൻ വിട്ടുകൊടുക്കുക. ഞാനിതേ പോന്നെ അസ്സലാമു അലൈക്കും തന്നെ പോവാന്നാണ്. ഞാൻ പോവോ? എൻ്റെ വീട്ടിൽ കയ്യേറ്റക്കാർ വന്നാൽ? ഒരു നാടൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും പോവോ? നിങ്ങളുടെ വീട്ടിൽ ഒരു കയ്യേറ്റക്കാരൻ വന്നാൽ ഓന നാടക്കൂടിക്ക് വല്ലാപ്പുറം ഞാനില്ലേ അസ്സലാമു അലൈക്കും, നമുക്ക് വളയറിന് നിന്ന് വിട്ടിട്ട് പാറക്കടത്ത് ഇത് പോരെടുത്തിട്ട് അവിടെ കൂടാ, വെറുതെ ഇടങ്ങാതെ നിൽക്കണ്ട, അങ്ങനെ പോവും. ഞാനോ ഓനോ ആദ്യം മരിക്കുന്നത് പ്രശ്നം വേറെ. കയ്യേറ്റമാണെങ്കിൽ അഭിമാനബോധമുള്ള ഒരു കൂട്ടര് അടങ്ങി ഒതുങ്ങിയിരിക്കും എന്നതിന് ചരിത്രത്തിൽ എവിടെയാ തെളിവ്? അതുകൊണ്ട് അവരുടെ സമാധാനം കെടുത്തുക എന്നത് തന്നെയാണ് അവരനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേദന. ഒരു വർഷമായിട്ട്
ഇസ്രായേലികളൊക്കെ അവരുടെ വീടുകളിലാണോ അന്തി ഉറങ്ങുന്നത്? അല്ല. ഒരു വർഷകാലമായിട്ട് അതിനു മുമ്പ് സ്വന്തം വീടുകളിൽ അന്തിയുറങ്ങിയ ഇസ്രായേലികളിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ വീട് വിട്ടിട്ട് തമ്പുകളിൽ, കൂടാരങ്ങളിൽ അന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്കൂളും ഒരു വർഷമായി കൃത്യമായി നടക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ മാർക്കറ്റുകളും ഒരു വർഷമായി കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. സമാധാനത്തോടുകൂടിയുള്ള സഞ്ചാരം നടക്കുന്നുണ്ടോ? ഇല്ല. എന്നു മാത്രമല്ല, ഈ ഒരു വർഷത്തിനിടയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വിട്ട്, നാടുപേക്ഷിച്ച് ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും തിരിച്ചുപോയ ജൂതന്മാരും ലക്ഷക്കണക്കിനാണ്. വേദന ഏകപക്ഷീയമാണ്. ഒരു കൂട്ടർ മാത്രമാണ് അനുഭവിക്കുന്നത്, വിഷമിക്കുന്നത്, സങ്കടപ്പെടുന്നത് എന്ന നിലയിലാണ് കാര്യങ്ങളെ നിങ്ങൾ വിലയിരുത്തുന്നത് എങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ഒരു യുദ്ധമില്ല. അതിലുപരി ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്യന്തം അപകടകരവും ദയനീയവുമായ നിലയിലാണ്. ഒരു രാജ്യത്തിനെതിരായ മുദ്രാവാക്യങ്ങളും പോർവിളികളും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ശക്തമാണ്. യൂണിവേഴ്സിറ്റികളിൽ, വിദ്യാലയങ്ങളിൽ, ലോകത്തിലെ പല വിദ്യാലയങ്ങളിലും പല വിദ്യാർത്ഥികളും സർട്ടിഫിക്കറ്റുകൾ വാങ്ങുമ്പോൾ ഇസ്രായേലിനെ 2 ചീത്ത വിളിച്ചിട്ടാണ് വാങ്ങിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ നമ്മോട് പറയുന്നത്, യുദ്ധം ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ യുദ്ധം ചെയ്യണം. ചെയ്താലോ എന്തകൂനു തഅലമൂൻ ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ. നിങ്ങൾക്കും വേദന ഉണ്ടാവും, അവർക്കും വേദന ഉണ്ടാവുന്ന. നമുക്കൊരു വേദന ഉണ്ടാവില്ല, നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. നമ്മളെ കാര്യം പൂവമ്പഴം പോലെ കഴിച്ചിലാക്കി തരുമെന്നൊരു ഓഫറൊന്നും അള്ളാഹ് തന്നിട്ടില്ല. തരാത്ത ഓഫറുകൾ ഉണ്ട് എന്ന് ധരിക്കാൻ പാടില്ല. മക്കം ഫത്ഹ് വരെ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നയിച്ചിട്ടില്ലേ? അതൊരു യഹൂദി യുദ്ധത്തിൽ നബിയുടെ 2 പല്ല് പൊട്ടിയില്ലേ? കവിള് മുറിഞ്ഞിട്ടില്ല. യുദ്ധത്തിനിടയിൽ ഒരു കുഴിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ വന്ന് തട്ടി വീഴ്ത്തിയിട്ടുണ്ട്. അന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ കഴിഞ്ഞു എന്ന പ്രചാരണം നടന്നിട്ടുണ്ട്. പിന്നെ പറയുന്നതാണ് ഫലസ്തീനികൾ യുദ്ധത്തിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കാൻ കാരണം. എൻ്റെ മനസ്സ് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുന്ന കാര്യം എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ആരുടെയെങ്കിലും മനസ്സ് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശേഷം പറയുന്ന കാര്യം അറിയാത്തത് കൊണ്ടാണ്. അതെന്താ? പക്ഷെ നിങ്ങളും അവരും തുല്യമല്ലാത്തൊരു സംഗതിയുണ്ട്. വേദനയിൽ നിങ്ങളും അവരും അടിസ്ഥാനപരമായി തുല്യരായിരിക്കും. ഏറ്റക്കുറച്ചിലുകൾ വ്യത്യാസം വരും. പക്ഷെ നിങ്ങളും അവരും തുല്യരല്ലാത്ത ഒരു വശമുണ്ട്. അതെന്താ? അവർക്കൊരു പ്രതീക്ഷയുമില്ലാത്ത സംഗതി നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് മോഹിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് മോഹിക്കുന്നുണ്ട്. അള്ളാഹുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരം മുസ്ലിം എഫർട്ടുകളെയും അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും വിലയിരുത്താതെ ദുനിയാവുമായി ബന്ധപ്പെടുത്തി മാത്രം വിലയിരുത്തിയാൽ ഒരു വർഷം കഷ്ടപ്പാടിൻ്റെ ഒരു വർഷമായിരിക്കും. തിരിച്ചാണെങ്കിലോ ആയിരങ്ങൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്ത ഒരു വർഷമാണ്. ഇസ്ലാമിന് ജീവനുണ്ട് എന്ന് തെളിയിച്ച ഒരു വർഷമാണ്. ദുനിയാവിനേക്കാൾ വലുതാണ് ആഖിറം എന്ന് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന, ഫത്വ പറയുമ്പം പറയുന്ന, പ്രസംഗിക്കുമ്പം പറയുന്ന, നോമ്പാകുമ്പം പറയുന്ന, തഹജ്ജുദ് കണ്ണീര് വായിക്കുന്ന, ഇങ്ങനെ സാന്ദർഭികമായിട്ടല്ല, യഥാർത്ഥത്തിൽ അത് ജീവിതം കൊണ്ട് തെളിയിക്കുന്ന ഒരു സംഘം മുസ്ലിങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് ഒരു വർഷമായി ദൈനംദിനം വ്യാപകൽ പ്രഭാത പ്രദോഷങ്ങളിൽ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ വകാന അല്ലാഹു അലീമൻ ഹകീമ. പിന്നെയോ ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടി പറയണം. യുദ്ധത്തിന്റെ രണ്ടവസ്ഥകളെ കുറിച്ചും ഖുർആൻ പറഞ്ഞത് അൽ ഹുസ്ന, നല്ല കാര്യം എന്നാണ് ഖുർആൻ പറഞ്ഞതാണ്. ഇഹ്ദൽ ഹുസ്ന എന്നാ പറഞ്ഞത്, യുദ്ധത്തിൽ സംഭവിക്കുക രണ്ടാലൊരു നന്മയാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. യുദ്ധത്തിൽ സംഭവിക്കുക രണ്ടാലൊരു നന്മയാണ്. എന്താ രണ്ടാലൊരു നന്മ എന്ന് പറഞ്ഞാൽ, ഒരു നന്മ വിജയം, മറ്റൊരു നന്മ അഷ്ഹാദ, അള്ളാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷിത്വം. ഒരു വർഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാലൊന്നാണ്, മറ്റൊന്നുമല്ല. യുദ്ധവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൽ നിയത്താക്കി ദീനിന്റെ താല്പര്യങ്ങൾ വെച്ച് ഖുർആൻ അനുവദിച്ച, സുന്നത്ത് അനുവദിച്ച ഒരു യുദ്ധത്തിൽ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തിന്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഖുർആനിന്റെ ഉത്തരം ഇല്ല എന്നാണ്. സംഭവിക്കുക ഇഹ്ദൽ ഹുസ്നയൈൻ, രണ്ടാലൊരു നന്മയാണ്. ആർക്ക്? വിശ്വാസികൾക്ക്. എതിരാളികൾക്കോ രണ്ടാലൊരു ശിക്ഷയാണ്. ഒന്ന് ബിഅദാബിൻ മിൻ ഇൻദിഹി ഔ ബിഅയ്ദീന, ഒന്നുമില്ല അല്ലാഹുവിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന അന്തിമ ശിക്ഷ, അല്ലെങ്കിലോ ഇടയ്ക്കിടെ യുദ്ധം ചെയ്യുന്ന വിശ്വാസികൾ നൽകുന്ന ശിക്ഷ. ആയിരക്കണക്കായ സൈനികരെ, ജൂത സൈനികരെ, ഇതിനിടയിൽ ഫലസ്തീനിലെ പോരാളികൾ കൊന്നുകഴിഞ്ഞിരിക്കുന്നു. ഡയറക്റ്റ് ഇസ്ലാമിനോട്, ദീനിനോട്, ഖുദ്സിനോട്, അക്സയോട് യുദ്ധം ചെയ്യുന്ന സൈനികരെയാണ് കൊന്നുകഴിഞ്ഞിരിക്കുന്നത്. എതിരാളികളെ സംബന്ധിച്ചിടത്തോളം രണ്ടാലൊരു ശിക്ഷ, ഒന്നുകിൽ അന്തിമമായി അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ, അല്ലെങ്കിൽ യുദ്ധത്തിനിടയിൽ പോരാളികൾ കൊടുക്കുന്ന ശിക്ഷ. മുഅ്മിനീങ്ങളായ പോരാളികളെ സംബന്ധിച്ചിടത്തോളം രണ്ടാലൊരു നന്മ, ഒന്നുകിൽ രക്തസാക്ഷികളായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്ന നന്മ, അല്ലെങ്കിൽ അന്തിമ വിജയം എന്ന നന്മ. ഇതേ ഉള്ളൂ എന്ന് കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച കിതാബാണ് നമ്മുടെ കിതാബ്. തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഘട്ടത്തിന് ചിലപ്പോൾ അന്തിമഘട്ടവുമാകാൻ സാധ്യതയുണ്ട്. ഈ തൂഫാനുൽ അഖ്സ അവസാനിക്കുക ഇസ്രായേൽ ഇല്ലാതാവുന്നതിലൂടെയുമാകാം. ഇസ്രായേൽ ഇല്ലാതാവുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനത്തിൽ പെട്ടതാണ്. ഇസ്രായേൽ ഇല്ലാതാവുക. ഒടുവിൽ ഫലസ്തീനിന്റെ ചുറ്റുവട്ടങ്ങളിലാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളായ പോരാളികൾ ഉണ്ടാവുക എന്നത് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിൽ പെട്ടതാണ്. വെറുമ്പടായല്ല, സ്വഹീഹായ പ്രവചനങ്ങൾ നബിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ആ പ്രവചനങ്ങൾ പുലരുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ അത് നമുക്ക് പറയാൻ കഴിയില്ല പ്രവചന പുലർച്ചയുടെ ഘട്ടം ഏത്. അങ്ങനെയാണ് എങ്കിൽ തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഈ പുതിയ അധ്യായത്തിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതായി കൊണ്ടിട്ടുമാകാൻ എല്ലാവിധ സാധ്യതകളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഞാൻ ഉണ്ടായിരുന്നോ എന്നാണ് വ്യക്തികൾ പരിശോധിക്കേണ്ടത്. അതിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് രാജ്യങ്ങൾ പരിശോധിക്കേണ്ടത്. അതിൽ പെടാനുള്ള ഭാഗ്യം എനിക്കുണ്ടോ എന്നാണ് പ്രസ്ഥാനങ്ങളും സംഘങ്ങളും ഒക്കെ പരിശോധിക്കേണ്ടത്. ശരിയായ നിലപാടെടുക്കുവാനും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.